വളർന്ന് പന്തലിച്ച് നിൽക്കണം. മറ്റുള്ള ആളുകൾക്ക് തണലേകി, മറ്റുള്ള ആളുകൾക്ക് ആശ്രയമായിട്ട്, മറ്റുള്ള ആളുകൾക്ക് പ്രതീക്ഷയായിട്ട് നമ്മൾ മാറണം. അപ്പോഴേ നമ്മൾ എന്ന് പറയുന്ന ഒരു ലീഡർക്ക് സ്ഥാനമുള്ളൂ. ആളുകൾ രാവിലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ വന്നിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ എങ്ങനെയെങ്കിലും എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്ന അതിയായ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ ഒന്നും ഇത്ര രാവിലെ ഒന്ന് എല്ലാ ആളുകളും എഴുന്നേറ്റ് ഇതിൽ വന്നോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്ന സമയത്ത് പല ആളുകൾ വിജയം എന്ന വാട്ട് ഈസ് സക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലാൻ എടുക്കുന്ന പോലെ തന്നെ പല ആളുകൾക്കും പറയാൻ പല ഉത്തരങ്ങളും ഉണ്ടാവും. എന്താണ് വിജയം, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? അപ്പൊ പല ആളുകളോട് നമ്മൾ സാധാരണഗതി ചോദിക്കുന്ന സമയത്ത് തന്നെ പലരും പല ഉത്തരങ്ങൾ പറയാറുണ്ട്. എനിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കി. ബ്രേക്കിംഗ് ആണോ? ബ്രേക്കിംഗ് മീൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല സാർ, ചിലപ്പോ അവർക്ക് എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം. പ്രയാസമൊന്നുമില്ല, റെഡിയാ, കറക്റ്റാ. അവർക്ക് നെറ്റിന്റെ പ്രശ്നം ഉണ്ടാവാം. താങ്ക് യു. പല ആളുകളും പല അഭിപ്രായങ്ങൾ, പല ഉത്തരങ്ങൾ പറയാറുണ്ട്. ചില ആളുകൾ പറയും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ പറയും സക്സസ് ആവാൻ. എന്താ സക്സസ് എന്ന് ചോദിച്ചാൽ അവർ അനുഭവം പറയും സക്സസ് വിജയിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വിജയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയും എനിക്ക് വലിയ കടബാധ്യതകൾ ഉണ്ട്, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ പറയും എനിക്ക് വീട് വെക്കണം, എനിക്ക് കാർ വാങ്ങണം. അങ്ങനെ പല ആവശ്യങ്ങള് ഉന്നയിച്ചും കൊണ്ട് അത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്, അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട്. ഏതൊരു മേഖലയിലാണെങ്കിലും അവിടെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്തോ ഒരു പ്രോസസ് ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നലെ ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അപ്പൊ അവിടുന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരാളുണ്ട്. ഭാര്യയും ഭർത്താവും. ഭാര്യ ഗവൺമെന്റ് എംപ്ലോയി ആണ്, ഭർത്താവാണ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പൊ ഈ ഭർത്താവ് പ്രത്യേകിച്ച് അവിടുന്ന് സംശയം ചോദിക്കുകയാണ്. സംശയം ചോദിക്കുന്ന സമയത്ത് ഭർത്താവ് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കുന്നില്ല. ഭാര്യയ്ക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ട് എന്ന്. ആയിക്കോട്ടെ, ചോദിച്ചോളൂ. ഭാര്യയുടെ ചോദ്യം അതാണ്, അല്ല ഞങ്ങൾ ഇതിലേ വന്നിട്ട് ഞങ്ങൾക്ക് വരുമാനം ഒന്നും കിട്ടുന്നില്ലല്ലോ. ഞാൻ അങ്ങനെ കേട്ടിരുന്നു. ശരിയാണല്ലോ, വരുമാനം കിട്ടുന്നില്ല അല്ലെ? അപ്പൊ എന്തായിരിക്കും കാരണം എന്ന് വെച്ച്. എന്തായിരിക്കും കാരണം അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, മേഡം എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ പോളിടെക്നിക്കല്. കോഴിക്കോടാണോ? അല്ല, ഷൊർണൂരാണ്. എപ്പോ പോണം? കൊൽച്ചയ്ക്ക് പോണം. എത്ര മണിയാകുമ്പോ എത്തും? രാത്രി ഒരു 8:30-9 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ഇത് റെഗുലർ ആയിട്ട് പോണോ? റെഗുലർ ആയിട്ട് പോണം. റെഗുലർ ആയിട്ട് ചെയ്യണം. വേണം. അതുകൊണ്ടല്ലേ വരുമാനം കിട്ടുന്നത്, ശമ്പളം കിട്ടുന്നത്. അതുകൊണ്ടാണ്. എന്നാ ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ചെയ്യണം. ഞാൻ ചോദിച്ചു, നിങ്ങളെ ഹസ്ബൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്താ ചെയ്യല്? വീട്ടുകുത്തിരിക്കല. അങ്ങനെയാണ് വരുമാനം കിട്ടുമോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ കിട്ടിയോ? കിട്ടി. അതായത് അവർക്ക് തന്നെ അറിയാം എന്തുകൊണ്ട് കിട്ടുന്നില്ല, പക്ഷെ അവർക്കത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണോ കിട്ടാത്തത്? അതായത് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണ് ഡയറക്ട് സെല്ലിങ് എന്ന് പലരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വരുന്ന പുതിയ ആളുകൾ. അങ്ങനെയല്ല. ഇവിടെയും എന്തൊക്കെയോ ചെയ്താൽ മാത്രമേ എന്തൊക്കെയോ നേടാനും സാധിക്കും. ഓക്കെ, ഒരു ആക്ഷൻ ഉണ്ട്, ഒരു എഫേർട്ട് ഉണ്ട്. എഫേർട്ട് എന്താണ് എന്ന് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഫസ്റ്റ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ എഫേർട്ട് ഇടാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മോർണിംഗ് മീറ്റിങ്ങുകളൊക്കെ സഹായകമാകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു ടീമാണ് നിങ്ങളുടെ ഈ ഒരു ടീം. അതിൽ തർക്കമൊന്നുമില്ല. അത് വർഷങ്ങളായിട്ട്, ഏകദേശം കൊറോണ സമയത്ത് 2020 കൂടിയിട്ടാണ് നമ്മൾ സൂം മീറ്റിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ പറയുവാണെങ്കിൽ ഏകദേശം 4 വർഷം കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ 4 വർഷം കംപ്ലീറ്റ് ആവാറായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നുണ്ടാവും. 5ാമത്തെ വർഷത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് സൂം മീറ്റിങ്ങുകൾ. ഓക്കെ, അപ്പോഴാണ് നമ്മൾ സൂം എന്നുള്ള അല്ലെങ്കിൽ സൂം മീറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെ കേൾക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളതും അത് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ ഉപകാരപ്പെടുന്നത്. ഓക്കെ, അത്തരത്തിൽ നിങ്ങളുടെ മീറ്റിംഗിൽ ഇന്ന് എത്തിപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാനും ദൈവത്തോട് നന്ദി പറയാണ്. ഷാമിനി മേഡം പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഞാൻ ഒന്നുകൂടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് പ്രജീഷ് കാവിൽ നിന്നാണ്.
കോഴിക്കോട് ജില്ലയിൽ തന്നെ, ശരിക്കും ബാലുശ്ശേരി സ്വദേശിയാണ്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിക്ക് അടുത്തായിട്ട്, അതായത് മൃഗക്കോളേനടുത്തായിട്ടാണ്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട് 6 വർഷം കംപ്ലീറ്റ് ചെയ്തു. നിലവിൽ ഇതിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു മെഡിക്ലെയിം കമ്പനിയിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ മാനേജറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് വലിയ തെറ്റില്ലാത്ത രീതിയിൽ അത്യാവശ്യം സാലറിയും ഇൻസെന്റീവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്റെ ഒരു കോവർക്കർ, എന്റെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ ആളുകളുടെയും ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ബെൽനി സാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കൈകളിലേക്ക് തരുന്ന സമയത്ത് ഞാനത് കുറെ എതിർത്തു കേട്ടോ. കാരണം എനിക്ക് തോന്നിയത് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാ. അന്ന് ഞാൻ സിംഗിളും കൂടിയാണ്. ഏത് സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത്യാവശ്യം കിട്ടാവുന്നതിൽ നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന സമയം. എന്തായാലും മിനിമം 10-65,000 രൂപയ്ക്ക് മുകളിലേക്ക് മാസം കയ്യിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തില് ചില മാസങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ മെഡിക്ലെയിം അല്ലെങ്കിൽ ഈ മേഖലയിലൊക്കെ JFM-ന് വലിയ പ്രാധാന്യമുണ്ട്. ആ സമയത്തൊക്കെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് വലിയ ചെലവുകളൊന്നും വീട്ടിലേക്ക് ഞാൻ ഒന്നും അങ്ങനെ ചെയ്യേണ്ടതില്ല, കാരണം ഒക്കെ അച്ഛൻ നോക്കിക്കോളും. ഇന്ന് അതല്ല കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, താമസിക്കുന്നത് വേറെ ആയതുകൊണ്ട് തന്നെ A to Z, ഉപ്പ് തൊട്ട് കറുപ്പ് എന്നൊക്കെ പറയൂലേ, A to Z നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ ബെൽനി സാർ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയാണ്, പ്രതീക്ഷ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാ, നമ്മളൊന്ന് ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോ കഴിച്ചിലാവും, വലിയ വരുമാനങ്ങളൊക്കെ കിട്ടും, ആഴ്ചയിൽ 2,10,000 വരെ കിട്ടുന്നുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, എന്റെ സാലറി അവിടെ എന്താന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന വരുമാനത്തെ കുറിച്ചിട്ട്. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ല, രാത്രി വരെ അധ്വാനിച്ചാല് ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജർക്ക് ഉണ്ടാവുന്ന സമയപരിധിയും അവരുടെ ടാർഗറ്റും പ്രഷറും ഒക്കെ ഏകദേശം അത്തരം മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഈ നമ്മുടെ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ, ഇത് മൈ ലൈഫിൽ വർക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊന്നും ടാർഗറ്റ് എന്താണെന്നോ പ്രഷർ എന്താണെന്നോ അറിയില്ല. അത് ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ അല്ലെ മറ്റേതെങ്കിലും കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, സാലറിക്കൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം എന്താന്നുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് എന്നോട് പറയാണ്, രാവിലെ തൊട്ട് രാത്രി വരെ അധ്വാനിച്ച് എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന എന്നോടാണ് പുള്ളി പറയുന്നത്, ആഴ്ചയിൽ 2 കിട്ടും എന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പൊ നമ്മളത് അംഗീകരിക്കും, നമുക്കറിയാം എങ്ങനെ കിട്ടും, എന്ത് കിട്ടും എന്നുള്ളത്. ആദ്യമായിട്ടാണ് നമ്മൾ ഇത് കേട്ട സമയത്ത് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നോ, ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയായിരിക്കും ഉത്തരം. അപ്പോ ഒരു മാസത്തിലാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അംഗീകരിക്കും, ഉൾക്കൊള്ളും. അതുമല്ല ആഴ്ചയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അത് ഒരിക്കലും നടക്കില്ല. ഇതെന്ത് കണക്കാന്ന് വിചാരിക്കും. നമ്മൾ കൊട്ടക്കണക്കെന്നൊക്കെ പറയല്ലേ, ഇതെന്ത് കണക്കാ ഇവര് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റിയിട്ടില്ല. എന്തായാലും അങ്ങനെ ഒന്നും കിട്ടാനുള്ള ചാൻസേ ഇല്ല. അതും ആർക്കാണ്, നമുക്ക് കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള നമുക്ക്, വലിയ വലിയ ആളുകൾ കിട്ടുമായിരിക്കും. ഇത് വലിയ പൈസക്കാർക്ക് ആഴ്ചയിലല്ല, ദിവസങ്ങളിലല്ല, നിമിഷങ്ങൾ കൊണ്ട് 2,10,000 കിട്ടുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അത് അവർക്ക് നടക്കും, നമുക്കെങ്ങനെ നടക്കും? പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ചിന്താഗതി കൊണ്ട് തന്നെ തൽക്കാലം മാറി നിന്നു. പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതിന്റെ കൃത്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ, ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എങ്ങനെയാണ് ഈ കണ്ട വരുമാനങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ചിന്തിച്ച ഇതാണ്, ഇങ്ങനെയാണോ സിസ്റ്റം? ഇങ്ങനെയാണെങ്കിൽ ഇത് പോസിബിൾ ആണല്ലോ, ഇത് നടക്കുമല്ലോ. ഇങ്ങനെയാണ് എങ്കിൽ ഞാൻ മാറി നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് നഷ്ടം എന്നുള്ളതല്ലാതെ ഈ ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിക്കോ വ്യവസായത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല, പ്രവർത്തിക്കുന്ന ആൾക്ക് കിട്ടും. അങ്ങനെ ഒരു തിരിച്ചറിവാണ് സത്യത്തിൽ. എന്നാ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒരു കിട്ടി പോയാ പോയി, അങ്ങനെ ഉണ്ടല്ലോ ഒരു നമ്മളെ നാട്ടിലൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങള്. അപ്പൊ ഞാൻ കിട്ടൂ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ തുടർന്നുകൊണ്ട് തന്നെ, അതായത് അതിൽ നിന്നും കിട്ടുന്ന സമയം ഇതിനകത്തേക്ക് മാറ്റിവെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ജൈത്രയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിനെ പറ്റിയിട്ട് പരമാവധി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. പല മീറ്റിങ്ങുകളിലും ട്രെയിനിങ്ങുകളിലും പങ്കെടുത്തു, RTPയിൽ വരെ പങ്കെടുത്തു. അതിനുശേഷമാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് പല ആളുകളെടുത്തും നമ്മൾക്ക് ഒരു ലിസ്റ്റ് മേക്ക് ചെയ്യാനോ ഒക്കെ അറിയാലോ നിങ്ങൾക്ക്, അങ്ങനെയുള്ള ഒരു പ്രോസസ് ഒക്കെ ഇതിലുണ്ട് എന്നുള്ളത്. ഇപ്പൊ ലിസ്റ്റ് മേക്ക് ചെയ്തു. നമുക്ക് ആദ്യം വേണ്ടപ്പെട്ട കുറെ ആളുകളുടെ ലിസ്റ്റ് ഒക്കെയാണ് നമ്മൾ ബുക്കിനകത്ത് എഴുതി വെക്കുക. അപ്പൊ വലിയ പ്രതീക്ഷയായിരിക്കും, ഇന്നാള് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരിക്കലും തട്ടൂല, എന്തായാലും
പുള്ളി എന്റെ കൂടുതൽ ഉണ്ടാവും. മറ്റാൾ അതിന്റെ റിലേറ്റീവ് എന്റെ കുടുംബം തന്നെയാണ്, അവന് ഞാൻ പറഞ്ഞാൽ പിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റൂല, അത് റെഡി ആയിരിക്കും. അങ്ങനെ കുറെ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ബുക്കിനകത്ത് കുറെ പേരുകൾ എഴുതി വെക്കാം. അത് കഴിഞ്ഞ് ഇതിന്റെ റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ പേരുകളെയൊക്കെ വെച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഇവന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ ബിസിനസ് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചില പ്രോസസ് ഉണ്ട്. ചില ആളുകൾ നമ്മളെ വല്ലാതെ അങ്ങോട്ട് കളിയാക്കും. നിനക്ക് ഇപ്പോഴാണോ ബോധം വെളുത്ത നേരം വെളുത്തത്, അല്ലെങ്കിൽ ഇപ്പോഴാണോ ബോധം ഉദിച്ചത്, ഇപ്പോഴാണോ നീ ഇതോ കണ്ടത്, ഞങ്ങളൊക്കെ ഇത് പണ്ടേ കണ്ട് കഴിഞ്ഞതാണ്, കണ്ട് മടുത്തതാണ്, ഇതൊക്കെ ഇതിന്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാതെ അങ്ങോട്ട് നിരുത്സാഹപ്പെടുത്തുന്ന പല പ്രവണതകളും ഇവന്മാരുടെയൊക്കെ ഭാഗത്തുനിന്ന് വരും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഇവൻ ഇങ്ങനെ ആയിരുന്നോ? നമ്മുടെ ചിന്താഗതി, ഞാനൊരു കാര്യം പറഞ്ഞു എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞ ഇവന്മാരൊക്കെ അങ്ങ് ഈ ഈച്ച പൊതിയുന്ന മാതിരി അങ്ങ് പൊതിഞ്ഞു കൂടുന്നൊക്കെ ആയിരുന്നു. ഒരിക്കലും അല്ല. യഥാർത്ഥത്തിൽ ഇവന്മാരുടെ ഒക്കെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നേരെ ഈ ബിസിനസ് പ്ലാനുമായിട്ട് ഇവന്മാരുടെ അടുത്തൊക്കെ ഒന്ന് പോയാൽ മതി. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ. ഇന്നലെ മീറ്റിങ്ങിന് വന്ന ഒരാളിനോട് പറയാണ്, എന്റെ ഒരു സുഹൃത്തും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ അവരുടെ കൂടെ ചെയ്യാത്തത് കൊണ്ട് അയാൾ ഇപ്പൊ എന്നോട് മിണ്ടാറില്ല എന്ന്. ഞാൻ ചോദിച്ചു, അയാൾ പിന്നെ സുഹൃത്ത് എന്ന് പറയാൻ പറ്റുമോ? അയാൾ സുഹൃത്ത് പറയാൻ പറ്റുമോ? അയാൾ സ്വാർത്ഥത എന്നല്ലേ അതിന് പറയാൻ പറ്റും, സ്വാർത്ഥം എന്ന് അതിന് പറയാൻ പറ്റൂ. കാരണം അയാളുടെ ബിസിനസ്സിൽ വന്നാൽ മാത്രമേ അയാൾ നിങ്ങളുടെ സുഹൃത്താവൂ, അല്ലെങ്കിൽ അയാൾ നിങ്ങളുടെ സുഹൃത്തായി കാണൂ എന്നുണ്ടെങ്കിൽ ഹി ഈസ് നോട്ട് ഫ്രണ്ട്. അയാൾ ഒരു സുഹൃത്തല്ല, ഒരു അഭിനയം മാത്രമായിരുന്നു, സുഹൃത്തായിരുന്നു എന്ന്. ഇപ്പൊ ചില ആളുകൾ ഇത് നമ്മൾ സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജിൽ നാടൻ ഭാഷയിലൊക്കെ പറയും, മത്തി പോയാൽ എന്താ പൂച്ചന്റെ സ്വഭാവം മനസ്സിലായില്ലേ എന്നുള്ളത്. അയ്യോ, മത്തി പോവാണെ പോട്ടെ, പൂച്ചയുടെ സ്വഭാവം മനസ്സിലായല്ലോ, നമ്മൾ തിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് മത്തിയും കൊണ്ടുപോകുന്നുള്ളത്. അപ്പൊ അതേപോലെ ചില സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആളുകൾ, ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പോയി പറയുന്ന ചില ആവശ്യങ്ങൾ പോയി ഉന്നയിക്കുന്ന സമയത്താണ് ഇവന്മാരുടെ ഒക്കെ യഥാർത്ഥ സ്വഭാവവും മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും ഒക്കെ മനസ്സിലാവുക. നമ്മളെടുത്ത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ 1000 രൂപ വേണം, പെട്ടെന്ന് നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി പറയുന്ന സമയത്ത് അവന്റെ പ്രതികരണം എന്താവുന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും. അവൻ പറയും, അയ്യോ ഇന്നലെ ചോദിക്കായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ ഞാൻ കൊടുത്തുപോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ യഥാർത്ഥ സുഹൃത്തുക്കളാണ്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക, ഇതാണ് എന്റെ സുഹൃത്ത്, ഇങ്ങനെയാണ് സുഹൃത്ത്, ഞങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സ്. ഒരിക്കലും അല്ല. സാഹചര്യം മുതലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ ഇയാൾ പറയാണ്, ഞാൻ ആ വ്യക്തിയുടെ കൂടുതൽ ഞാൻ അസോസിയേറ്റ് ചെയ്യാത്തതിനെ കൊണ്ട് അയാൾ ഇപ്പൊ എന്നോട് മിണ്ടാറില്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവിടെ സൗഹൃദത്തിനൊക്കെ വലിയ അർത്ഥതലങ്ങളില്ലേ, വലിയ പ്രാധാന്യമില്ലേ? അങ്ങനെയല്ല. ഇതേപോലെ തന്നെ ഞാൻ എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന കുറെ ആൾക്കാരെടുത്ത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോയ സമയത്ത് കുറെ ആൾക്കാർ എന്നെ കളിയാക്കി വിട്ടു. കണ്ടം വഴി ഓടിച്ചെന്നൊക്കെ കേട്ടൂലേ, കേട്ടില്ലേ? അങ്ങനെ കണ്ടം വഴി ഓടിച്ചു വിട്ടു. എന്നാ കുറെ ആളുകൾ എന്താ സംഭവം ഈ പറ, നമുക്ക് നോക്കാം, ഇത് പറ്റുന്നതാണെങ്കിൽ നമുക്കും ഗുണമുള്ളതാണെങ്കിൽ നോക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കൂടെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ഒരു ഓർഗനൈസേഷനിൽ ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് സുധീഷ് എന്ന് പറയും. കോഴിക്കോട്ടുകാരൻ തന്നെ. അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. അയാൾ ഇപ്പൊ ടച്ചിങ് NTC ഏകദേശം ഒരു 5-6 അല്ലെങ്കിൽ 5-8 ലക്ഷം വീവിയും കൂടി വന്നു കഴിഞ്ഞാൽ NTC എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലെത്തി. രണ്ടാമത് എന്റെ ഓർഗനൈസേഷൻ 2-ൽ ഞാൻ കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തിയാണ്. അയാൾ വയനാട്ടുകാരനാണ്, ഷമീർ മുഹമ്മദ് എന്ന് പറയും. അയാൾ ഓൾറെഡി NTC കഴിഞ്ഞു, CTCയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ 2 വ്യക്തികളെ എന്റെ ഓർഗനൈസേഷൻ 1-ലും 2-ലും അപ്പോയിന്റ് ചെയ്തിട്ട് തുടങ്ങിയ ജൈത്രയാത്രയാണ് ഇന്ന് ടീം കോർഡിനേറ്റർ ആൻഡ് അബോ തുടങ്ങിയ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ഇന്ന് ഞാനും എത്തി നിൽക്കുന്നത് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലാണ്. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം നമുക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും വേദനകളും നിരുത്സാഹങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അതിന്റെ അവസാനം നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറെ ആളുകൾ നമ്മളോടൊപ്പം വരികയും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ അവിടെ ബിസിനസ് വളരും. അങ്ങനെ വളർത്തി നമ്മൾ സാവധാനം ഇങ്ങനെ സക്സസിലേക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. ആ ഇൻഡസ്ട്രിയിൽ ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്പനിയിൽ ഒന്നാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മളിൽ പല ആളുകൾക്കും അറിയാതിരിക്കാം. നമ്മൾ സാധാരണഗതി പറയാറുണ്ട്, നമുക്ക് കിട്ടിയിരിക്കുന്നതിന്റെ വലുപ്പം തിരിച്ചറിയാതെ പല ആളുകൾ നടക്കുന്നുണ്ട്. കയ്യിൽ കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് തിരിച്ചറിയാതെ ഞാനും ഉണ്ട് മൈ ലൈഫിൽ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളും ഉണ്ട്. കിട്ടിയിരിക്കുന്നതാണ്
വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗപ്പെടുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഈ കമ്പനിയിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നത് അപാരമായിട്ടുള്ള പവറുള്ള, അപാരമായിട്ടുള്ള സ്കില്ലുള്ള, അപാരമായിട്ടുള്ള നോളജുള്ള വ്യക്തികളൊന്നുമല്ല. കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയുടെ വലിപ്പം മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതല്ലാതെ എളുപ്പമാർഗമൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ 4 ആൾക്കാരോട് സംസാരിച്ചു, അവരൊക്കെ നെഗറ്റീവാ പറയുന്നത്. ഓ എന്നാ കഴിഞ്ഞു, എന്നാ ഇനി എനിക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ. നമ്മളൊരു ഒരു എയിം ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്തിട്ട് അതൊന്നും വകവെക്കാതെ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തും, എനിക്ക് എത്തിയേ പറ്റൂ, അതുവരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ടാവും. അവരാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അവരാണ് നമ്മുടെ മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും അതിനും നമുക്ക് എന്തൊക്കെയോ ചെയ്യേണ്ടതുണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ വന്നു, ഈ കമ്പനിയുടെ ഭാഗമായി എന്നുള്ളത് കൊണ്ട് മാത്രം, കോർപ്പറേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ആരും ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെട്ടിട്ടില്ല. അവിടെ ചെയ്യാൻ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾ മാത്രം, അതും നിരന്തരമായിട്ട്, ഒരു കാര്യം നിരന്തരമായിട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് അവിടെ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കൂ. എന്തൊക്കെയോ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യേണ്ടത് കുറച്ചാണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് വലിയ നേട്ടങ്ങൾ, വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അങ്ങനെ ചെയ്ത് പോകുന്ന അതൊരു സിസ്റ്റമാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് ഒരു സിസ്റ്റം കൂടിയാണ്. സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ വിജയിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സിസ്റ്റത്തിന്റെ പുറമെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ പരാജയപ്പെടാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അത് പോസിബിലിറ്റിയാണ് പറയുന്നത്, സാധ്യതകളാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കണോ, സിസ്റ്റത്തിന് പുറത്തു നിന്ന് പ്രവർത്തിക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. എന്തിനെ ബേസ് ചെയ്ത് തീരുമാനിക്കുക? നമുക്ക് വിജയിക്കണോ അതോ പരാജയപ്പെടണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. ഓക്കെ, അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് ചില പരാജയങ്ങളാണ് അവരെ പിറകോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ വിട്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, ചില ബുദ്ധിമുട്ടുകളൊന്നും താങ്ങാൻ അവർക്ക് പറ്റില്ല. ചില പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇട്ടച്ചു പോകും. എന്നോട് ഇപ്പൊ കാണുന്നവരൊക്കെ നോവാ പറയുന്നത്. ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് ആരും എന്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല. എല്ലാ ആളുകളും എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താക്കും? സ്വാഭാവികമായിട്ടും മതി, ഇതെനിക്ക് പറ്റിയ പണിയല്ല, ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോവുകയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ചില ആളുകൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ, ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോ, ചില കോംപ്ലിക്കേഷൻസ് വരുമ്പോ ആ പ്രശ്നങ്ങളിൽ അവരൊരു ഓപ്പർച്യൂണിറ്റി കാണും, അല്ലെങ്കിൽ അതിൽ എന്ത് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവർ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കൊച്ചു കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പറയണ്ട, നിങ്ങൾ ചുമ്മാ ഒന്ന് മ്യൂട്ടായിരിക്കുമല്ലോ എല്ലാ ആളുകളും. ചുമ്മാ ഒന്ന് മനസ്സിലൊന്ന് തിങ്ക് ചെയ്തേ, കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇന്ന് ആരായിരിക്കും? തിങ്ക് ചെയ്ത് കഴിഞ്ഞല്ലോ, ചിന്തിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ അതിന്റെ ആൻസർ പറയാനി. നിങ്ങൾ ചിന്തിച്ചത് MA യൂസഫ് അലി എന്നാണോ? MA യൂസഫ് അലി എന്നാണ് എങ്കിൽ യെസ്, ഓക്കെ. MA യൂസഫ് അലി എന്നാണ് എങ്കിൽ അതിന്റെ ഉത്തരം ശരിയാണ്. എന്നാൽ MA യൂസഫ് അലി എങ്ങനെ MA യൂസഫ് അലിയായി, ഇന്നത്തെ MA യൂസഫ് അലിയായി എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അയാൾ വന്ന വഴിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അയാൾ കയറിപ്പോന്ന പടവുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അയൽ നാട്ടുകാരനല്ലേ, തൃശ്ശൂർക്കാരൻ, നാട്ടിക സ്വദേശിയായിട്ടുള്ള MA യൂസഫ് അലി. അയാൾ പഠനമൊക്കെ കഴിഞ്ഞ്, പഠനത്തിന്റെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അതിയായ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വക്കീലാവണം എന്നായിരുന്നു. എന്നാൽ പരമ്പരാഗതമായിട്ട് കച്ചവടക്കാരായിരുന്നു ഇവര്. വാപ്പയുടെ സഹോദരങ്ങളും ഒക്കെ കച്ചവടക്കാരായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും തന്റെ സ്വപ്നത്തിലേക്ക് പോയ, ഏതാ സ്വപ്നം?
വക്കീലാവണം എന്നുള്ള സ്വപ്നം മാറ്റിവെച്ചും കൊണ്ട് ബിസിനസ്സിൽ, കച്ചവടത്തില് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. പഠനമൊക്കെ കഴിഞ്ഞ സമയത്ത് ഗുജറാത്തില് വാപ്പാന്റെ ഒരു പല വ്യഞ്ജന കടയുണ്ട്. അപ്പൊ പഠനം കഴിഞ്ഞ് പുള്ളി നേരെ ഗുജറാത്തിലേക്ക് കയറുക. അവിടെ കയറി അത്യാവശ്യം ഈ ബിസിനസിന്റെ അല്ലെങ്കിൽ കച്ചവടത്തിന്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച MA യൂസഫ് അലി ചിന്തിക്കുകയാണ്, ഏകദേശം 1970 കാലഘട്ടത്തിലാണ് ഗൾഫിലേക്കുള്ള ആളുകളൊക്കെ, കേരളത്തിൽ നിന്നൊക്കെ ആളുകൾ ഗൾഫിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഗൾഫ് പോയാലോ നല്ലതായിരിക്കുമല്ലോ, അത്യാവശ്യം സാധ്യതകൾ ഉണ്ടല്ലോ എന്നുള്ളത് ചിന്തിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1973 തോന്നുന്നു അദ്ദേഹം ഗൾഫിലേക്ക് യാത്ര തിരിക്കുന്നത്. അന്ന് ഫ്ലൈറ്റിലല്ല, കപ്പലിലാണ്. തുംബ്രാനോ മറ്റോ പറഞ്ഞിട്ടുള്ള പേരിട്ടിട്ടുള്ള ഒരു കപ്പലിലാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. 1973 ക്രിസ്മസിന്റെ പിറ്റേന്ന് 26-ാം തീയതി അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് അബുദാബിയിലേക്ക് പോവുകയാണ്. ഏകദേശം ഡിസംബർ 31-ാം തീയതിയാണ് അവിടെ എത്തുന്നത്. ഓക്കെ, അത്രയും ഏകദേശം 5 ദിവസത്തോളം എടുക്കും ഇവിടുന്ന് അവിടെ എത്താൻ. ആ സമയത്ത് അവിടെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വാപ്പയുടെ അനിയൻ അവിടെ ഒരു കട ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു പരമ്പരാഗതമായിട്ട് കച്ചവടക്കാരൻ തന്നെയാണ്. അപ്പൊ ആ കടയിൽ നിൽക്കാനും അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാം എന്നുള്ളതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടുന്ന് യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. അവിടെ എത്തി, അവിടെ നിന്നും കച്ചവടത്തിലേക്ക് ഏർപ്പെട്ടു, പല ബുദ്ധിമുട്ടുകളും സഹിച്ചു. അതിനെ പറ്റിയിട്ട് വെറിയിടാവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കേട്ടിട്ടുണ്ട്, ചാക്കുകളൊക്കെ ചുമടെടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഒരു കാലത്ത് ഈ MA യൂസഫ് അലി എന്നുള്ളത്. ഏത് കടയിലേക്ക് വരുന്നേ അത്തരത്തില് അതിന്റെ കഷ്ടതകളും പോരായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് ഉള്ള ആശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഉള്ളൊരു ട്രെൻഡ്, പുറത്തു നിന്ന് പല രാജ്യത്തു നിന്നും പല സാധനങ്ങള് ദുബായിലേക്കും അല്ലെങ്കിൽ അബുദാബിയിലേക്കും കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹവും ആ ഒരു രീതിയെ കുറിച്ച് മനസ്സിലാക്കി, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ വരുമാനമൊക്കെ കിട്ടുമല്ലോ, വലിയ സാധ്യതകളൊക്കെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്ഷ്യസാധനങ്ങളൊക്കെ ദുബായിലേക്കും അബുദാബിയിലേക്കും ഒക്കെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് ലോകത്തിൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നത് 1989 കാലഘട്ടത്തിലോ മറ്റോ ആണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ചെറിയ, അതിന് സൂപ്പർ മാർക്കറ്റ് ഒന്നും പറഞ്ഞുകൂടാ, ഒരു ഷോപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഒരു ചെറിയ രൂപം അവിടെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു കച്ചവടം സ്വന്തമായിട്ടൊരു കച്ചവടം സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ശേഷമാണ് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും, കുറേയും കൂടി സാധ്യതകൾ ഉണ്ടല്ലോ എന്നുള്ളത് ചിന്തിച്ചിട്ട് ഈ പറഞ്ഞ ഏകദേശം 1989 കാലഘട്ടത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക്, അബുദാബിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഒരു കോൺസെപ്റ്റിലേക്ക് അദ്ദേഹം കടക്കുക. വലിയ പ്രതീക്ഷകളും ഉണ്ടാക്കി വെച്ച, സ്വരുക്കൂട്ടി വെക്കുന്ന ചെറിയ ചെറിയ നാണയത്തുട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ടാണ് തന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നത്. എന്നാൽ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ, ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ കൊറോണ വന്ന സമയത്ത് അത് ഭാഗ്യമായിട്ട് വന്നവരും ഉണ്ട്, നിർഭാഗ്യമായിട്ട് വന്നവരും ഉണ്ട്. സൂം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഒക്കെ വന്നിട്ടുള്ളത് അത് ഭാഗ്യമാണ്. സൂമിന്റെ ഓണർ ഈ ചുരുങ്ങിയ സമയം കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് കോടീശ്വരനായി പോയിട്ടുള്ള ആളാണ്, ശതകോടീശ്വരനായിട്ടുള്ള ആളാണ്. കാരണം ഇന്നും നിങ്ങളും നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷനാണ്. അപ്പോ ഏകദേശം 1989 കാലഘട്ടത്തില് നല്ലതിനോ ചീത്തയ്ക്കോ ഒന്നും അറിയില്ല, ഗൾഫ് യുദ്ധം പൊട്ടി പുറപ്പെട്ടു. എല്ലാ പ്രവാസികളും കിട്ടിയതും എടുത്ത് പെറുക്കി നേരെ നാട് കയറാൻ പോയി. അതായത് എല്ലാ ആൾക്കാരും തിരിച്ച് വന്നുകൊണ്ടിരിക്കും. കാരണം യുദ്ധമാണ്. ഈ ആരുണ്ടാവും ആരവശേഷിക്കും പറയാൻ പറ്റില്ലല്ലോ. ഈ നമ്മളെ നാട്ടിലൊരു യുദ്ധം പുറപ്പെടാൻ വിചാരിക്കുക, ആര് നിൽക്കും ധൈര്യപ്പെട്ട് നാട്ടില്? അങ്ങനെ നിൽക്കുന്ന മനുഷ്യന്മാരാ? ഒന്നും പറയാൻ പറ്റില്ലല്ലോ. യുദ്ധം കഴിയുമ്പോഴത്തേക്ക് അവനവൻ ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും. അതുകൊണ്ട് എല്ലാ ആളുകളും കിട്ടിയതും പെറുക്കിയിട്ട് നാട് വിടാൻ തുടങ്ങിയ സമയത്ത് ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്തൊക്കെയോ സുരുക്കൂട്ടി ഉണ്ടാക്കി വെച്ചത് ഒരു വലിയ പ്രതീക്ഷയായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല, ഞാൻ ബിഗ് സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നാട്ടിലേക്കില്ല. നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും, മരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് മരിക്കും, നഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടുന്ന്, അല്ലെങ്കിൽ ഇവിടുന്ന്. അതായത് ഒരു പ്രതിസന്ധി വന്നപ്പോ അതിനെ തരണം ചെയ്യുന്ന കേസാണ് ഞാൻ പറയുന്നത്. നമ്മൾക്കാണ് പ്രതിസന്ധി വരുന്നതെങ്കിൽ നമ്മൾ ഇട്ടോടും. MA യൂസഫ് അലി എങ്ങനെ ആയി MA യൂസഫ് അലി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ പ്രതിസന്ധി വന്നപ്പോ അദ്ദേഹം അവിടെ പിടിച്ചു നിന്നു, എനിക്ക് പോകാൻ പറ്റില്ല,
എന്റെ സ്വപ്നങ്ങളൊക്കെ എവിടെയാണ്, എന്റെ സമ്പാദ്യമൊക്കെ എവിടെയാണ്, ഇതിട്ടേച്ച് ഞാൻ പോയില്ല. നഷ്ടപ്പെട്ടു പോവാണെങ്കിൽ ഇവിടുന്ന് പോവും, കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് കിട്ടും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പം. അപ്പൊ ആ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് അവിടെ ഒരു പത്രപ്രവർത്തകൻ പത്രത്തില് ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ഫീച്ചർ എഴുതി. യുദ്ധത്തിന്റെ ഈ ക്രൂരമായിട്ടുള്ള അവസ്ഥയിലും തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പോക്കുന്ന ഒരു മലയാളിയെ കുറിച്ചിട്ട്. ഈ പത്രത്തിന്റെ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ വാർത്ത കണ്ടപ്പോ അവിടുത്തെ അബുദാബി രാജാവ് ഷെയ്ഖ് ഇദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഇങ്ങനെ ഒരു സാധനോ, അത് ശരി, ഇത്രയും ധൈര്യശാലിയോ, അല്ലെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളോ? അദ്ദേഹത്തെ ആരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു? എം എ യൂസഫ് അലിനെ, അന്നത്തെ രാജാവിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുക. രാജാവ് ചോദിച്ചു, ഞാൻ ഇങ്ങനെ പത്രത്തിലൊരു പരസ്യം കണ്ടു നിങ്ങളെ പറ്റിയിട്ട്, അതെന്താ കാര്യം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ ഇതുവരെ എത്തിയത്, എന്നെ ഞാനാക്കിയത് ഈ നാടാണ്. ഈ നാടിനൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് എല്ലാം ഇട്ടെറിഞ്ഞു പോവാൻ ഞാൻ തയ്യാറല്ല. വളരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വളരും, ഇല്ലെങ്കിൽ ഇവിടുന്ന് തീരും. ഇതാണ് എന്റെ കോൺസെപ്റ്റ്. ഇത് കേട്ട സമയത്ത് ഷെയ്ഖിന് വല്ലാതെ സന്തോഷായി. ഇങ്ങനെയും പറയുന്ന ആളുകളോ? അദ്ദേഹം പിന്നീട് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രാജകുടുംബാംഗങ്ങളുടെ ഏകദേശം അവിടെ ഒരു അബുദാബി മാള്, സൂപ്പർ മാർക്കറ്റും മാളും എല്ലാം കൂടി പണിയാൻ വേണ്ടിയിട്ട് ഒരു 40 ഏക്കർ അദ്ദേഹത്തിന് സൗജന്യമായിട്ട് സ്ഥലം വിട്ടു നൽകുകയും അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾ നോക്കണം, ഒരു ട്വിസ്റ്റാണ് അവിടെ സംഭവിച്ചത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള തൃശ്ശൂർക്കാരനായിട്ടുള്ള ഒരു മലയാളിക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പുറത്ത് അന്ന് ആ സമയത്ത് 1989 ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. ഒരു രാജാവ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് 40 ഏക്കർ വിട്ടു കൊടുക്കുന്നു, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു. ഈ വ്യക്തി എന്ന് പറയുന്നത് പിന്നീട് ഫേമസ് ആകുക ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്. എന്താണ് ഇദ്ദേഹത്തിന് അങ്ങനെ മാറാനുള്ള കാരണം? ഒരു പ്രതിസന്ധി ആയിരുന്നു, ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആ പ്രതിസന്ധിയിൽ അദ്ദേഹം പിടിച്ചു നിന്നു, അതിനെ തരണം ചെയ്യാൻ കാണിച്ചു എന്നുള്ള തന്റെ ഇടം. അതാണ് എം എ യൂസഫ് അലിയാക്കി മാറ്റിയത്. അങ്ങനെ പിന്നീട് ആദ്യമായിട്ട് അബുദാബിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു ശൃംഖല വരുന്നു. അങ്ങനെ പല പല ബിസിനസ്സിലേക്കും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ന് 100-ലധികം വിദേശ രാജ്യങ്ങളില് ലുലു എന്ന് പറയുന്ന വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിട്ട് അതിന്റെ MD ആയിട്ട്, അതിന്റെ CEO ആയിട്ട്, ചെയർമാനായിട്ട് നിൽക്കുന്ന നമ്മുടെ എല്ലാ ആളുകളുടെയും അഹങ്കാരമായിട്ടുള്ള, അയൽവാസിയായിട്ടുള്ള, നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള നാട്ടിക സ്വദേശി ഇന്ന് കാണുന്ന എം എ യൂസഫ് അലി ആയിട്ട് മാറാൻ ഒരു വലിയ പ്രയത്നത്തിന്റെ, വലിയ ബുദ്ധിമുട്ടിന്റെ, വലിയ പ്രയാസത്തിന്റെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. എം എ യൂസഫ് അലിയെ പോലെ MI ലൈഫ് സ്റ്റൈൽ വന്നിട്ടുള്ള നമ്മള് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും എളുപ്പത്തില് അങ്ങ് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കില്ല. ഇവിടെയും കുറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടി വരും. ആ തരണം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരു പ്രയാസം വരുന്ന സമയത്ത് ഇട്ടെറിഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീരുത്വത്തിന്റെ ലക്ഷണമാണ്. ഭീരുക്കൾക്കുള്ളതല്ല സക്സസ്, വിജയം. ധീരന്മാർക്കുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ധീരരായിട്ട്, ധീരത്വത്തോട് കൂടിയിട്ട്, ധീരന്മാരായിട്ട് പ്രവർത്തിക്കാം. അല്ലാതെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്ക് ഒളിച്ചോടുന്ന വ്യക്തികളായിട്ട് മാറാതിരിക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. റെസ്പോൺസിബിലിറ്റി. ഈ റെസ്പോൺസിബിലിറ്റി എന്താണ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ നമ്മൾ ചെറിയ വലിയ ഓരോ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടും സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയെടുത്ത് ഞാൻ എന്ത് ചെയ്യണമോ, ഞാൻ എന്ത് ചെയ്യരുതോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് മാത്രം ചെയ്തു പോകാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ സാവധാനം നമ്മൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അവിടെ നമുക്ക് എത്താൻ പറ്റും. എവിടെ എത്തണം എന്ന് ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ വന്നത് അവിടെ നമ്മൾ എത്തും. എന്ത് നേടണം എന്ന് ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അത് നമുക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോ ആ രീതിയിലേക്ക് അതിന് കുറെ ഉത്തരവാദിത്വം, കുറെ മീൻസ് ചെറിയ കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അതിനെ നമ്മൾ വലിയ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നല്ലാതെ ഒന്നും പേടിക്കേണ്ട കേസൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പേരിട്ട് വിളിക്കുമ്പോ അങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നു അങ്ങനെയൊക്കെ പറയണല്ലോ, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ ഈ രീതിയിലേക്ക്
റെസ്പോൺസിബിലിറ്റി, അതായത് ഞാൻ എന്താണോ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോ രാവിലെ ഈ സൂം മീറ്റിംഗിൽ കയറുന്നു, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ടാണ്. ചിലപ്പോ ഇങ്ങനെ പറയും, ഇത് എന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നല്ല, എന്റെ ലീഡർ സുരക്കേടാക്കിനെ കൊണ്ട് കയറുകയാണ്. അങ്ങനെ അതൊരു പരിധി വരെയൊക്കെ കയറാം. അതും കഴിഞ്ഞ് കലാകാലവും ലീഡറുടെ സുരക്കേട് തന്നെയാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ വിജയിച്ചു തന്നെ. ഇതൊക്കെ അവനവൻ്റെതാണ്, അവനവന് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിത് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും. ഇല്ലെങ്കിൽ സാധിക്കില്ല. അപ്പോ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കണം. ഫീൽഡ് പോകേണ്ട സമയത്ത് ഫീൽഡ് പോകണം. പ്ലാൻ കൊടുക്കേണ്ട സമയത്ത് പ്ലാൻ കൊടുക്കണം. ആ ടീമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് അത് ക്ലിയർ ചെയ്യണം, സോൾവ് ചെയ്യണം. അങ്ങനെ ടീമിനെ കൂട്ടിപ്പിടിക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഡെസ്ക് ആവുന്ന സമയത്ത് നമ്മളെ സ്വയം മോട്ടിവേറ്റഡ് ആവണം, അല്ലെങ്കിൽ നമ്മളെ സ്വയം ഇൻസ്പയർഡ് ആവണം, മറ്റുള്ള ആളുകൾ ഇൻസ്പയർ ചെയ്യിക്കണം. അങ്ങനെ 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 ഞങ്ങളുടെ ചെറിയ 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 കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്താണ് നമ്മളൊരു ലീഡറായിട്ട് മാറുക. ഈ ബിസിനസ്സിൽ ലീഡർഷിപ്പിലേക്ക് വരിക, ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ചില ആളുകൾ പറയും, ആ ഉത്തരവാദിത്തങ്ങളൊന്നും കൂടി പറയരുത്, എന്ത് വേണേ ഞാൻ ചെയ്യാം. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉത്തരവാദിത്തം എന്നോട് പറയില്ല, എന്റെ തലയിൽ ഒന്നും വെക്കാൻ പറ്റൂല, ഇവരെന്ത് ചെയ്യണമെങ്കിൽ പറഞ്ഞോളി, ഞാൻ ഉണ്ട്, മുന്നിലുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. മുന്നിൽ വന്ന് നിന്നിട്ടും സൈഡിൽ വന്ന് നിന്നിട്ടും ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അത് നിങ്ങൾ പിറകിലായാലും കുഴപ്പമൊന്നുമില്ല. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ എളുപ്പ വഴിയൊന്നുമില്ല എന്നുള്ളതാണ് സത്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിൽ എളുപ്പ വഴിയൊന്നുമില്ല. ആളുകൾ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന ചില സമയമുണ്ട്. ഞാൻ ഇറങ്ങണോ, അല്ലെങ്കിൽ ഇറങ്ങാനായിട്ടില്ല, ഞാൻ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട്, ഞാൻ കുറച്ചും കൂടി പഠിക്കാനുണ്ട്, അതും കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ, എന്റെ കോൺഫിഡൻസ് കൂടി കിട്ടിയിട്ടില്ല, അത് വന്നു കഴിഞ്ഞാൽ വേണം ഇറങ്ങാൻ. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഇനി നിങ്ങൾക്ക് കൂടുതലൊന്നും കിട്ടാനൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസിന്റെ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് അറിവിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിറങ്ങിക്കൊള്ളുക. ഇപ്പൊ എന്തോ ഉണ്ടാവുമല്ലോ കയ്യില്, ഇപ്പൊ എന്തോ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, എന്തോ ധരിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് വെച്ചിറങ്ങിക്കൊള്ളുക. കൂടുതൽ എന്താക്കേണ്ട ആവശ്യമില്ല. ഇനിയും വല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കുറെ കിട്ടിയതിന് ശേഷം മാത്രമേ ഇറങ്ങൂ. നോ, നെവർ, ഒരിക്കലും അല്ല, അത് സാധിക്കില്ല. പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ, ഇനിയും ഉണ്ട്, ഇനി 2 ട്രെയിനിങ് കൂടി കിട്ടിയാ ഇനി പിന്നെ ഓക്കെ ആണ്, ഇനി ഇറങ്ങിക്കോളൂ. ഏതാ ഈ 2 ട്രെയിനിങ്? അതിൽ നിന്ന് എന്തെന്നാ കിട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കിട്ടിയത് വെച്ച് ഇറങ്ങിക്കോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഏത് 1000 സ്റ്റെപ്പുകളുള്ള ഉയരങ്ങൾ താണ്ടണമെന്നുണ്ടെങ്കിലും ആദ്യം കയറേണ്ടത് 1ാമത്തെ പടിയാണ്. ആ 1ാമത്തെ പടി കയറാനുള്ള പണിയെടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇറങ്ങിക്കോ. ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയാൽ 2ാമത്തെ സ്റ്റെപ്പ് ഈസി ആയിരിക്കും. 2ാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോൾ 3ാമത്തെ സ്റ്റെപ്പ് ഈസി ആയിരിക്കും. 3ാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോൾ 4ാമത്തെ സ്റ്റെപ്പ് ഈസി ആയിരിക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഓരോ പടി 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 കയറി 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 മുകളിലേക്ക് മുകളിലേക്ക് കയറാനായിട്ട് പോകാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിലോ പോസിബിൾ അല്ല. കാത്തിരിക്കുക പല ആളുകളും. ഇപ്പൊ വരും ഇന്നെങ്ങനെ കൊണ്ടുപോകാൻ ഒരു ഫ്ലൈറ്റ് വരും, ഞാൻ കയറി. ഒന്നുമില്ല, ആരും വരില്ല. നമ്മൾ തന്നെ ചെയ്യണം. അല്ലാണ്ട് ആരും നമ്മളെയും കൊണ്ട് പോകുന്നൊന്നും വിശ്വസിച്ചേക്കരുത്, വിചാരിച്ചേക്കരുത്. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ പല ആളുകൾക്കും മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന നോക്കാം, ഒരു എന്താ പറയാ, ഒരാൾക്കും പ്രവചിക്കാനോ ചിന്തിക്കാനൊന്നും പറ്റാത്ത രീതിയിൽ മൈൻഡ്, നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത സംഭവം തന്നെയാണ്. അതിനെ പറ്റിയിട്ട് പഠിക്കുന്ന ആളുകൾ, ന്യൂറോ സയന്റിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറയുന്നത്, ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനും പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതിന്റെ അപ്പുറത്തേക്കാണ്. നമ്മുടെ ഓരോ ചിന്തകളും മറ്റുമൊക്കെ ഏകദേശം 60,000-ഓളം ചിന്തകളാണ് പോലും ഒരു ദിവസം നമ്മുടെ തലച്ചോറിലൂടെ കയറി ഇറങ്ങി പോകുന്നത്. നമുക്ക് ചിന്തിക്കാൻ, സങ്കല്പിക്കാൻ പറ്റുമോ? 60,000-ഓളം ചിന്തകൾ ഇങ്ങനെ നിങ്ങളുടെയൊക്കെ എന്റെയൊക്കെ മനസ്സിലൂടെ ഒരു ദിവസം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 60,000 വരെ ഒരു ദിവസം കുത്തിനെ എണ്ണാൻ പറ്റുമോ നമുക്ക്? അതുപോലും സാധിക്കില്ല, ഇല്ലേ? അപ്പൊ അത്തരത്തില് ഈ ബിസിനസിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ചിന്താഗതി പ്രധാനമായിട്ടും 2 തരത്തിലാണ്. അതൊന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നും ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നും പറയും.
ചില ആളുകള് നിറഞ്ഞു അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ഇനി വളർച്ചയല്ല, ഇനി അങ്ങോട്ടേക്കില്ല, എല്ലാം അറിഞ്ഞു. ഒരു ട്രെയിനിങ് പങ്കെടുക്കുന്ന സമയത്ത് ചില ആളുകൾ ചിന്തിക്കും, ആവും ഞാൻ ഏബിളായി, ഇനി എനിക്ക് മീറ്റിങ്ങിന്റെയും ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല, ഇനി എന്റെ ടീം പോട്ടെ, ഞാൻ കഴിഞ്ഞു, എന്റെതൊക്കെ കഴിഞ്ഞു, എന്റെ പാർട്ടൊക്കെ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിൽ അവൻ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അടുത്തത്, ഇനി എന്തായിരിക്കും അടുത്ത സാധ്യത, അതിലേക്ക് എങ്ങനെ പോകാനായിട്ട് സാധിക്കും. അങ്ങനെ അവൻ പഠിച്ചുകൊണ്ടേയിരിക്കും, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ പോകുന്നത് ഒരു 2 day പ്രോഗ്രാമിനാണ്. അവിടെ എനിക്ക് പഠിക്കാനും പഠിപ്പിക്കാനും രണ്ടിനുമുള്ള സാധ്യതയാണ്. ഞാനിപ്പോ ക്ലാസ് എടുക്കുവാണെങ്കിലും അവിടെ നിന്നും എനിക്ക് പഠിക്കാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞാൽ മറ്റൊരാളുടെ ക്ലാസ് കേൾക്കുന്ന സമയത്തും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് എനിക്ക് കിട്ടുകയാണെങ്കിലോ എനിക്കത് മതി. അറിവുകൾ കിട്ടാൻ വേണ്ടി എത്ര പൈസ ചെലവാക്കാനും ഞാൻ മടിക്കാറില്ല, അത് ഞാൻ ചെലവാക്കും. അറിവുകൾ കിട്ടാൻ എത്ര പണം ചെലവാക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഞാൻ ചെലവാക്കാറുണ്ട്. ഇതിലിരിക്കുന്ന ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിൽ. നമ്മൾ സാധാരണഗതി പറയാറില്ലേ, ചില ബുക്കുകളൊക്കെ വായിക്കാൻ പോസിറ്റീവ് ചിന്താഗതിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറില്ലേ, പോസിറ്റീവായിട്ട് ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ബുക്കുകൾ വായിക്കണം, അങ്ങനെ ചില പുസ്തകങ്ങളുടെ പേരൊക്കെ നമ്മൾ പറയാറുണ്ട്. യു ക്യാൻ വിൻ, നിങ്ങൾക്കും വിജയിക്കാം, റിച്ച് ഡാഡ് പുവർ ഡാഡ്, അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ബുക്കുകൾ നമ്മൾ ഓൾറെഡി മൈൻഡിൽ ഉണ്ടാവും. യു ക്യാൻ വിൻ കേട്ടിട്ടുള്ള ആളുകളുണ്ട്. ജസ്റ്റ് വീഡിയോ ഓണാക്കിയ ആളുകളൊന്ന് കൈവക്കിയേ, യു ക്യാൻ വിൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ട് എന്നുള്ളതും വീഡിയോ ഓണാക്കിയ ആളുകൾ ജസ്റ്റ് ഒന്ന് കൈവക്കിയാൽ മതി, ഒന്നും പറയണ്ട കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കുകയില്ല മ്യൂട്ട് ആയതുകൊണ്ട്. നിങ്ങൾ യു ക്യാൻ വിൻ കേട്ടിട്ടുണ്ടോ? യെസ്, യു ക്യാൻ വിൻ പുസ്തകം വായിച്ചിട്ടുണ്ട്. അത് എഴുതിയത് ആരാന്നറിയോ? ഇന്ത്യക്കാരനൊന്നല്ല കേട്ടോ, വിദേശിയാണ്. അത് എഴുതിയത് ശിവ് ഖേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാ. ശിവ് ഖേര ലോക പ്രശസ്തനായിട്ടുള്ള മോട്ടിവേറ്ററാണ്, ഓതറാണ്, സ്പീക്കറാണ്, ഒരുപാട് മേഖലകളില് തന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം എന്താ അറിയോ? എനിക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം ശിവ് ഖേരയുടെ ഡയറക്റ്റ് ഫിസിക്കൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നേരിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ തുകയൊന്നല്ല കേട്ടോ കൊടുത്തത്, വേറെ കാര്യം. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത്തരത്തില് പല ട്രെയിനിങ്ങുകളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് എനിക്ക് ഒരു ക്രേസാ. എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടിയാലോ, ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ, അതിൽ എന്തെങ്കിലും ചിലപ്പോ ബിരിയാണി കൊടുത്താലോ എന്ന് അറിയുന്നില്ല സലീം കുമാർ, അതേപോലെ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ് ഒരു ട്രെയിനിങ് വരുന്ന സമയത്ത്, ഒരു ക്ലാസ് വരുന്ന സമയത്ത്. ആ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഇന്നത്തെ 2 ദിവസത്തെ ട്രെയിനിങ്ങിന് വന്നിരിക്കുമ്പോഴും അതിൽ ഏതെങ്കിലും ലീഡേഴ്സിന്റെ എന്തെങ്കിലും ഒരു വാക്ക് നമ്മളെ എവിടെയെങ്കിലും സ്പർശിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതായിരിക്കും, ആ സ്പാർക്കായിരിക്കും നമ്മളെ ഇനി അങ്ങോട്ടേക്ക് വളർത്താൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ആളാ. അത് പറയാൻ പറ്റില്ല, ആരിൽ നിന്ന് കിട്ടും, എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷെ നമ്മളെക്കാൾ അറിവുള്ളവരിൽ നിന്നായിരിക്കും, നമ്മളെക്കാൾ അറിവ് കുറഞ്ഞവരിൽ നിന്നായിരിക്കും. അതൊന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇയാളത് വെറുതെ അറ്റൻഡ് ചെയ്യണ്ട, അത് മറ്റാളത് അത് അറ്റൻഡ് ചെയ്താ കിട്ടുവാണ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എവിടുന്നാണ് നമുക്ക് ആവശ്യമുള്ളത് കിട്ടുക എന്നുള്ളത്. നമ്മൾ IA എന്ന് പറയുന്ന ആളിൽ നിന്നായിരിക്കും നമ്മളെക്കാട്ടിലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ആവുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആരെയും വില കുറച്ച് കാണാതിരിക്കുക. എല്ലാ ആളുകളും തുല്യരാണ്. കൂടുതലും അറിവുള്ളവനോ അറിവില്ലാത്തവനോ എന്നൊന്നും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ വലിയവനോ ചെറിയവനോ ഒന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മളെക്കാളും ചെറിയവനോ ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയത് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഈ ബിസിനസ്സിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് മാർക്കറ്റിങ്ങില് 3 ടൈപ്പ് ആളുകളെ കാണാറുണ്ട്. 3 ടൈപ്പ് ആളുകളെ കാണാറുണ്ട്. അതില് ഒരു കൂട്ടര് തേക്ക് പോലെയാ, നിലമ്പൂർ തേക്കൊക്കെ അല്ലേ. ഒരു കൂട്ടര് കുരുമുളക് പോലെയാ. ഒരു കൂട്ടര് ഇത്തിക്കണ്ണി പോലെയാ. ഇത്തിക്കണ്ണി കേട്ടിട്ടുണ്ടോ? ഇത്തിക്കണ്ണി കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് കൈ വെക്കുവോ ഇത്തിക്കണ്ണി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ? ഓക്കെ. അപ്പൊ 3 ടൈപ്പ് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. തേക്ക് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മൾ ആ തേക്കിന്റെ തൈ നട്ട് കഴിഞ്ഞാല്
ജസ്റ്റ് കുറഞ്ഞ ദിവസം അതൊന്ന് വേര് പിടിക്കുന്നത് വരെ നമ്മൾ വെള്ളവും അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഒരുക്കി കൊടുക്കണം. അതായത് തേക്കിന് നമ്മൾ പ്രാഥമികമായിട്ട് അതിന് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് വേര് പിടിക്കുന്നവരെ വെള്ളവും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്ന ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറിന് ആൾക്ക് ഈ ബിസിനസ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയോ 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്തൊക്കെ പോകുന്നത് ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ഒന്ന് വേരൊന്ന് ഉറച്ചു കഴിഞ്ഞാണ്ടല്ലോ തേക്കൊരു വളരും. പിന്നെ നിങ്ങളുടെ വെള്ളവും വേണ്ട വളവും വേണ്ട, അത് സ്വന്തം അങ്ങോട്ട് വളരാൻ തുടങ്ങും. ആകാശം മുട്ട അങ്ങ് വളരും. വർഷങ്ങളോളം നല്ല കാതലോട് കൂടിയിട്ട് അങ്ങ് വളരാൻ തുടങ്ങും. അങ്ങനെ വളരുന്ന കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഇടയിൽ. മറ്റൊരു കൂട്ടരുണ്ട് കുരുമുളക് പോലെയാ. കുരുമുളകിന്റെ വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ ഒറ്റയ്ക്ക് വളരൂല. ഇവന് വളരണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. അതായത് എന്തെങ്കിലും ഒരു മരത്തിന്റെ മുകളിലോ മറ്റോ അല്ലാതെ ഇവന് പിടിച്ചു നിന്ന് വളരാൻ പറ്റൂല. അപ്പോൾ കാലാകാലം ഒരു ചാരൽ ഉണ്ടാവണം. ലീഡർ മാറിയ അന്നപ്പം താഴെ വീഴും. അതാണ് കുരുമുളക് വള്ളി. കണ്ടില്ലേ? നല്ല വില ഉള്ളതാ കുരുമുളകിന്. ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് കുരുമുളകിന്. വിദേശ വിപണിയിലൊക്കെ ആഹാരമായിട്ടുള്ള വിലയുള്ള സാധനമാണ്. പക്ഷേ ആണെങ്കിൽ പോലും ഇവൻ ഒറ്റയ്ക്ക് നിൽക്കൂല. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ചങ്കൂറ്റല്ല. എന്നും ഒരുത്തന്റെ ചാരിയിട്ട് ഇങ്ങനെ നിൽക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കി ആ അവസ്ഥ. ഇതേപോലെ നിൽക്കുന്ന ലീഡർമാരുണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. ഒറ്റയ്ക്ക് വിട്ടാ ഉന്തി കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞുക്കുമ്പോഴത്തേക്കും നമ്മളെ തന്നെ പോകുന്നുണ്ടാവും. എടാ ഈ ഒറ്റയ്ക്ക് പറയടാ, അത് പറയരുത്. നമ്മൾ എപ്പോഴും നമ്മൾ കൂടെ വേണം. ഈ ഒന്ന് ഫീൽഡിൽ ഇറങ്ങാം. നിങ്ങളും കൂടി കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാം. ഭയങ്കര വിലയുള്ള ആളാണ്, പക്ഷെ നമ്മളില്ലാണ്ട് അവന് നിലനിൽക്കാൻ പറ്റൂല. ഇങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്. അതിനെ നമ്മള് കുരുമുളകിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാല് മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. അതിനാണ് ഇത്തിക്കണ്ണികൾ എന്ന് പറയുന്നത്. ഇത്തിക്കണ്ണികളാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, ഒറ്റയ്ക്ക് വളരാൻ ഇവർക്ക് സാധിക്കില്ല. ഒരു വൃക്ഷത്തിന്റെ മുകളിലല്ലാണ്ട് ഒരു ഇത്തിക്കണ്ണിക്കും സ്ഥാനമല്ല. എന്നാ രക്ഷപ്പെട്ടോട്ടെ, പിടിച്ചു നിന്നോട്ടെ, ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആ പാവം മരത്തിനെ വരെ അതിന്റെ ചോരയും നീരും ഊറ്റി കുടിക്കുകയും ചെയ്യുവേ. ആ മരത്തിന്റെ മുകളിൽ ആ മരമാണ് ഇവൻ അഭയം കൊടുക്കുന്നത്. ആർക്ക്? ഈ ഇത്തിക്കണ്ണിക്ക് അഭയം കൊടുക്കുന്നത്, വിജയിപ്പിക്കുന്നത്, രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതെങ്കിലും ഈ ചെയ്തു കൊടുക്കുന്നവനില്ലാത്ത കുറ്റം ഉണ്ടാകില്ല. ഓനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയവന്റെ എന്തോ ഒരു ശത്രു, അല്ലെങ്കിൽ ഒരു പോരായ്മക്കാരൻ. ഒന്നും ചെയ്യാത്തവന ഒരാൾ ഒന്നും പറയൂല. പക്ഷെ ഉള്ളത് മൊത്തം താങ്ങി കൊടുക്കുന്നവനെ വേണോ ഇവൻ ഇട്ട് കുത്താൻ. അങ്ങനെ കുറച്ച് ഡിസ്ട്രിബ്യൂട്ടർമാരും ഉണ്ട്, അല്ലെ? അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്ക്, ഈ 3 കൂട്ടരില് നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടും? വെറുതെ പറയണ്ട കേട്ടോ, ചുമ്മാ ചിന്തിച്ചാ മതി. സത്യം എന്നൊക്കെ പറയുന്നുണ്ടാരോ ശർമ്മളാടാന്ന്. വെറുതെ ഒന്ന് ചിന്തിക്ക്. ഇത് ഞാൻ തേക്ക് പോലെ വളരുമോ? തേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ ലക്ഷങ്ങളുടെ വിലയുള്ള, മൂല്യമുള്ള, കാതലുള്ള, ആകാശം മുട്ടെ വളരുന്ന, മറ്റൊരാളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് മാറുമോ, അല്ലെ മാറുന്നുണ്ടോ? അതല്ല, മറ്റുള്ളവരെ ചാരിയിട്ടും അവനെ കുറ്റം പറഞ്ഞിട്ടും തന്നെ നിൽക്കുന്ന ആളുകളാണോ എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ചേ. എന്നാല് ഒരിക്കലും ഇത്തുകണ്ണികളാകരുത്. നമുക്ക് അഭയം തന്നവനെ തിരിഞ്ഞു കൊത്തരുത്. അവനെ തന്നെ ഇട്ട് പണിയരുത്. പാവ, അതുകൊണ്ടാവ നമ്മളെ സംരക്ഷിച്ചത്. നമ്മള് തേക്കുകളായിട്ട് മാറുക. മറ്റാരെയും കഷ്ടപ്പെടുത്താതെ എനിക്ക് വേണ്ടത് ഞാൻ ചെയ്തോളാം, എനിക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊള്ളും, എനിക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല, ഉണ്ടെങ്കിൽ അപ്പ വിളിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ എന്റെ ചെറിയ റാങ്ക് മുതലേ തന്നെ ഞാൻ എന്റെ ലീഡേഴ്സിനോട് പറഞ്ഞത്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എന്റെ ടീമിലേക്ക് നിങ്ങൾ ആരും വരേ വേണ്ട, എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ നിങ്ങളെ വിളിക്കും, അത് നിങ്ങൾ ചെയ്തു തന്നാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞത്. അന്നും ഇന്നും തന്നെ എന്റെ ലീഡർമാർ ഇന്നെ ശ്രദ്ധിക്കാറില്ല. അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. ഞാൻ നെഗറ്റീവ് അല്ല പറഞ്ഞത്, പോസിറ്റീവാണേ. കാരണം അവർക്കറിയാം ഇവനെ ഇനി ശ്രദ്ധിക്കാൻ പോകേണ്ട ആവശ്യമില്ല, ഓനൊരു തേക്ക് മരാണ്, ഓൻ വളർന്നോളും എന്നുള്ളത് അവർക്കറിയാം.
അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ വളരണം. എന്നും മറ്റുള്ളവനെ ആശ്രയിക്കാൻ നിൽക്കണ്ട. ഇനി ആശ്രയിച്ചോ, പരമാവധി പോവുകയാണെങ്കിൽ കുരുമുളക് വരെ പോകാവൂ, അതിനപ്പുറത്തേക്ക് പോകരുത്. കാരണം അവനും ഉണ്ടാവില്ലേ ഒരു ആഗ്രഹവും വിജയിക്കണം എന്നുള്ള സ്വപ്നങ്ങളൊക്കെ, അത് നമ്മളായിട്ട് എന്തിന് ഇല്ലാതാക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെ വളരണം, ഏത് റിസോഴ്സുകൾ ഉപയോഗിച്ച് വളരണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം, ചിന്തിക്കണം. കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ ചെറുതല്ല, വലുതാ. അത് വെച്ചിട്ട് നമ്മൾ വെച്ചടി സ്ലോലിയാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. സഡൻലി സംഭവിക്കുന്നതല്ല, സ്ലോലി സംഭവിക്കുന്നതാണ്. സാവധാനം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കണം. മറ്റുള്ള ആളുകൾക്ക് തണലേകി, മറ്റുള്ള ആളുകൾക്ക് ആശ്രയമായിട്ട്, മറ്റുള്ള ആളുകൾക്ക് പ്രതീക്ഷയായിട്ട് നമ്മൾ മാറണം. അപ്പോഴേ നമ്മൾ എന്ന് പറയുന്ന ഒരു ലീഡർക്ക് സ്ഥാനമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളും ഒരു ഡിസ്ട്രിബ്യൂട്ടർ, MLA സ്റ്റൈൽ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു റാങ്ക് ഹോൾഡർ, ഒരു അച്ചീവർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ലീഡർ എന്നുള്ള പരിഗണന കിട്ടുന്നത് നമ്മളാകുന്ന സമയത്ത്, നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത്, നമ്മൾ മറ്റുള്ള ആളുകളെ സംരക്ഷിക്കുന്ന സമയത്ത്, നമ്മൾ മറ്റുള്ള ആളുകളെ വളരാൻ സഹായിക്കുന്ന സമയത്ത്, അവർക്ക് വേണ്ടി വരുന്നത് കൊടുക്കുന്ന സമയത്ത്, ആ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലീഡറായിട്ട് മാറുന്നത്. അല്ലാതെ റാങ്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ TC ആണ് കേട്ടോ, ഞാൻ ATC ആണ്, ഞാനാണ് ലീഡർ, ഒന്നുമല്ല. ലീഡർ നമ്മൾക്ക് തോന്നുകയാണ്, ഏത് മേധയാ തോന്നുന്നതാണ് ഞാനാണ് ലീഡർ എന്നുള്ളത്. അല്ല, എനിക്ക് കൂടുതൽ ഇനിയും കുറെ കാര്യങ്ങൾ കൂടി മുന്നോട്ട് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശപ്രകാരം ഏകദേശം ഒരു 6:50-55 ആകുമ്പോൾ നിർത്തണേ എന്നുള്ള രീതിയിലായിരുന്നു